ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. PSC സ്മാർട്ട് വർക്കേഴ്സിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള പഠനം തകൃതിയായി മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ ഔട്ട്പുട്ട് ഡിവൈസുകളെ കുറിച്ച് മനസ്സിലാക്കി. ഇന്ന് അതിന്റെ ബാക്കി ഭാഗമാണ്. കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് എന്നറിയപ്പെടുന്ന CPU അഥവാ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റും അനുബന്ധ ഘടകങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. അപ്പോൾ ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ മലയാളികളുടെ മനസ്സിലേക്ക് പൊതുവെ CPU എന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ ആ ഒരു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറാണ് നമുക്ക് ഓർമ്മ വരിക, അല്ലേ? ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കടന്നു വരുന്നത്? നമ്മളിങ്ങനെ പറയാറുണ്ട്, ഒരു മോണിറ്റർ ഉണ്ട്, അല്ലേ? ഒരു മോണിറ്റർ ഉണ്ട്, ഒരു കീബോർഡ് ഉണ്ട്, ഇനി ഒരു മൗസ് ഉണ്ട്. ഇതിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു വലിയ ടവർ പോലെ, ഒരു പെട്ടി പോലെ ഒരു സാധനം ഇരിപ്പുണ്ട്. ഇതിനെയാണ് നമ്മൾ CPU എന്ന് വിളിക്കുക. എന്നാൽ ആക്ച്വലി ഇതാണോ CPU? അല്ല. ഈ പെട്ടിയെ നമ്മൾ വിളിക്കേണ്ടത് ക്യാബിനറ്റ് എന്നാണ്. എന്താ വിളിക്കേണ്ടത്? ക്യാബിനറ്റ്. ഈ ക്യാബിനറ്റിന് അകത്തായിട്ട് ഒരു വലിയ സർക്യൂട്ട് ബോർഡ് ഉണ്ട്. കമ്പ്യൂട്ടറിലെ എല്ലാ ഘടകങ്ങളും ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒരു വലിയ സർക്യൂട്ട് ബോർഡ് അല്ലെങ്കിൽ മെയിൻ സർക്യൂട്ട് ബോർഡ്. അതിനെയാണ് നമ്മൾ മദർ ബോർഡ് എന്ന് വിളിക്കുക. ഈ മദർ ബോർഡിനകത്ത് കോടിക്കണക്കിന് ട്രാൻസിസ്റ്ററുകളൊക്കെ അടങ്ങിയ ഒരു ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ചിപ്പ് കാണാം. ആ ചിപ്പാണ് ആക്ച്വലി CPU എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് എന്നറിയപ്പെടുന്ന CPU ആ വലിയ പെട്ടിയല്ല, അതിൻ്റെ അകത്തുള്ള IC ചിപ്പാണ് എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക. ഓക്കെ, ഇനി കമ്പ്യൂട്ടറിലെ എല്ലാത്തരം പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ പറയുന്ന CPU ആണ്. അപ്പൊ നമുക്ക് ഒന്ന് രണ്ട് പോയിന്റുകൾ തന്നിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കാം. ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിക്കാൻ ആവശ്യമായ അടിസ്ഥാന ഘടകങ്ങൾ അടങ്ങിയതാണ് പ്രോസസർ അല്ലെങ്കിൽ CPU. അവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ CPUവിനെ തന്നെയാണ് നമ്മൾ മൈക്രോ പ്രോസസർ എന്നും അല്ലെങ്കിൽ ചുരുക്കി പ്രൊസസർ എന്നും ഒക്കെ പറയാറുള്ളത്. കമ്പ്യൂട്ടറിന്റെ എല്ലാ പ്രവർത്തനം നിയന്ത്രിക്കുന്നതും അരിത്തമാറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻ സാധ്യമാക്കുന്നതുമായി ലക്ഷക്കണക്കിന് ട്രാൻസിസ്റ്ററുകൾ അടങ്ങിയ ഒരു സിലിക്കൺ ചിപ്പാണ് പ്രോസസർ. ഈ പറഞ്ഞ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. വലിയ പെട്ടിയല്ല, അതിൻ്റെ അകത്തുള്ള ഒരു കുഞ്ഞു IC ചിപ്പാണ്. ഓക്കെ, ഇനി ഈ പറയുന്ന CPU അത് ബ്രെയിൻ ഓഫ് എ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന, മറന്നു പോരുത്, ബ്രെയിൻ ഓഫ് എ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന ഭാഗമാണ്. ഇനി അതുകൂടാതെ ഈ കമ്പ്യൂട്ടറിലെ CPUവിനെ നമുക്ക് 3 ലോജിക്കൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ശ്രദ്ധിക്കുക, ഒരു CPU എടുത്തു കഴിഞ്ഞാൽ അതിൽ ആക്ച്വലി 3 ഭാഗങ്ങളുണ്ട് എന്ന് നമ്മൾ പറയും. അതിൽ ആദ്യത്തെ ഭാഗമാണ് ALU അല്ലെങ്കിൽ അരിത്തമാറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്. പേര് സൂചിപ്പിക്കുന്ന പോലെ അരിത്തമാറ്റിക് ഓപ്പറേഷൻസും ലോജിക്കൽ ഓപ്പറേഷൻസും നിർവഹിക്കുന്ന ഭാഗമാണ് ALU അഥവാ അരിത്തമാറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്. ഇനി രണ്ടാമത്തെ ഒരു ഭാഗമുണ്ട്, അതിനെയാണ് നമ്മൾ CU അല്ലെങ്കിൽ കൺട്രോൾ യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. കമ്പ്യൂട്ടറിൽ നടക്കുന്ന എല്ലാത്തരം പ്രവർത്തനങ്ങളുടെയും നിയന്ത്രണം നടത്തുന്നത് ഈ പറയുന്ന CU ആണ് അല്ലെങ്കിൽ കൺട്രോൾ യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നിയന്ത്രിക്കലാണ് കൺട്രോൾ യൂണിറ്റിന്റെ പ്രധാനപ്പെട്ട പരിപാടി. ഇനി ഇതിന്റെ അകത്ത് വേറൊരു ചെറിയൊരു ഭാഗം കൂടി ഉണ്ട്, അതാണ് MU അഥവാ മെമ്മറി യൂണിറ്റ്. അപ്പോൾ മെമ്മറി യൂണിറ്റ് എന്ന് പറയുമ്പോൾ CPUവിനകത്ത് തന്നെ ഡാറ്റ താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് കുഞ്ഞു കുഞ്ഞു സംഭരണ സ്ഥലങ്ങളുണ്ട്. അതാണ് മെമ്മറി യൂണിറ്റ് എന്നറിയപ്പെടുന്നത്. അതിനെ പൊതുവേ നമ്മൾ രജിസ്റ്റർ എന്നൊക്കെയാണ് വിളിക്കാറുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ ഓർക്കുക, ഒരു CPUവിനെ നമുക്ക് ഫിസിക്കലി അല്ല ലോജിക്കലി 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ അതിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ 3 ഭാഗങ്ങളായിട്ട് തിരിക്കാം. ഫസ്റ്റ് ALU ആണ്, അരിത്തമാറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്. അപ്പോൾ പേര് സൂചിപ്പിക്കുന്ന പോലെ അരിത്തമാറ്റിക് ഓപ്പറേഷൻസും ലോജിക്കൽ ഓപ്പറേഷൻസുമാണ് അവിടെ നിർവഹിക്കപ്പെടുന്നത്. രണ്ടാമത്തെ ഭാഗം CU ആണ് അല്ലെങ്കിൽ കൺട്രോൾ യൂണിറ്റ് ആണ്. അപ്പോൾ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുമ്പോഴോ കമ്പ്യൂട്ടറിൽ നടക്കുന്ന എല്ലാത്തരം പ്രവർത്തനങ്ങളുടെയും നിയന്ത്രണവും ഏകോപനവും നിർവഹിക്കുന്നത് ഈ പറയുന്ന കൺട്രോൾ യൂണിറ്റ് ആണ്. ഇനി ടെമ്പററി ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ചെറിയ ചെറിയ കുഞ്ഞു 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 സ്റ്റോറേജ് സ്പേസുകൾ ഉണ്ട്. അതിനെ നമുക്ക് മെമ്മറി യൂണിറ്റ് എന്ന് വിളിക്കാം അല്ലെങ്കിൽ രജിസ്റ്റർ എന്ന് വിളിക്കാം. അപ്പോൾ CPU എന്താണ്? ആക്ച്വലി അതൊരു സിലിക്കൺ ചിപ്പാണെന്ന് നമുക്ക് മനസ്സിലായി. അതിൻ്റെ അകത്ത് ഏതൊക്കെ ഭാഗങ്ങളുണ്ടെന്ന് മനസ്സിലായി. ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക, ഈ മൈക്രോ പ്രോസസർ CPUവിന്റെ മറ്റൊരു പേരാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ മൈക്രോ പ്രോസസർ ഏതാണ്? അത് ഇന്റൽ 4004 ആണ്. 4000 അല്ല, 4004 ആണ്. സ്ലൈഡിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, ശ്രദ്ധിക്കുക. ലോകത്തിലെ ആദ്യത്തെ മൈക്രോ പ്രോസസർ എന്നറിയപ്പെടുന്നത് ഇന്റൽ 4004 ആണ്. ഇത് 1971 കാലഘട്ടങ്ങളിലാണ് വിപണിയിൽ എത്തിയത്. അപ്പൊ ഇന്റൽ എന്ന് പറയുന്ന കമ്പനിയാണ് ലോകത്തിലെ ആദ്യത്തെ CPU ഡെവലപ്പ് ചെയ്തത്. ആ ഡെവലപ്പ് ചെയ്ത CPUവിന്റെ പേരെന്തായിരുന്നു? ഇന്റൽ 4004 എന്നായിരുന്നു. ഏത് കൊല്ലമാണ് അത് വിപണിയിലെത്തിയത്? 1971. ഇനി നമ്മൾ കേരള PSC എഴുതുന്നതുകൊണ്ട് ഇന്ത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മൈക്രോ പ്രോസസർ ഏതാന്ന് ചോദിച്ചാൽ ശക്തിയാണ് കേട്ടോ. ശക്തി നിർമ്മിച്ചത് IIT മദ്രാസുകാരാണ്. IIT മദ്രാസ് ആണ് ശക്തി നിർമ്മിച്ചത്. അപ്പോൾ ഓർക്കാൻ എളുപ്പമാണ്, നമ്മൾ ഇപ്പൊ പുതിയ കാര്യങ്ങൾക്കൊക്കെ ശക്തി എന്ന് ചേർത്ത് പേരിടുന്നത് ഒരു പതിവായിട്ടുണ്ട്. നമ്മുടെ ചന്ദ്രയാൻ 3 കൊണ്ടുപോയി ലാൻഡ് ചെയ്ത സ്ഥലം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ശിവശക്തി പോയിന്റ് എന്നാണ്. അപ്പൊ അതേ കണക്ക് തന്നെ ഓർത്തിരിക്കുക, ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ മൈക്രോ പ്രോസസറിന്റെ പേരും എന്ത് തന്നെയായിരുന്നു സുഹൃത്തുക്കളെ? ശക്തി എന്ന് തന്നെയായിരുന്നു. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഓർത്തു വെക്കുക, ഇന്ത്യ അടുത്തിടെ നിർമ്മിച്ച ഒരു മൈക്രോ പ്രോസസർ, അത് ആക്ച്വലി മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായിട്ട് നിർമ്മിക്കപ്പെട്ട പ്രോസസറാണ്. ഏതാണ്? മേക്ക് ഇൻ ഇന്ത്യ. ഇത് നമ്മുടെ
BJP ഗവൺമെന്റിന്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് സ്കീമായിരുന്നു. അതായത് എല്ലാ ഉൽപ്പന്നങ്ങളും ഇന്ത്യയിൽ വെച്ച് തന്നെ നിർമ്മിക്കുക എന്നായിരുന്നു ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ വ്യവസായ രംഗത്ത് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഈ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായിട്ട് വേറൊരു പ്രോസസ്സർ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ആ പ്രോസസ്സറിന്റെ പേരാണ് അജിത്ത്. അജിത്ത് നിർമ്മിച്ചത് IIT ബോംബെ ആണ്. മറന്നുപോകേണ്ട, ആരാണ്? IIT ബോംബെ ആണ്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബ്രെയിൻ ഓഫ് എ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് CPU ആണ്, അല്ലെങ്കിൽ ഈ പറയുന്ന മൈക്രോ പ്രോസസ്സർ ആണ്. അപ്പൊ ഇവിടെ പഠിച്ച 3 പോയിന്റുകൾ: ലോകത്തിലെ ആദ്യത്തെ മൈക്രോ പ്രോസസ്സർ ഇന്റൽ 4004, ഇന്ത്യയിലെ ആദ്യത്തേത് ശക്തി നിർമ്മിച്ചത് IIT മദ്രാസ്. എന്നാൽ ഇന്ത്യ അടുത്തിടെ അല്ലെങ്കിൽ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായിട്ട് നിർമ്മിച്ച പ്രോസസ്സറാണ് അജിത്ത്. അജിത്ത് നിർമ്മിച്ചത് ആരാണ്? IIT ബോംബെ ആണ്. അടുത്ത വസ്തുതകളിലേക്ക്. ഇനി ഈ പറയുന്ന CPU-വുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൻ്റെ അകത്ത് ചില ടെമ്പററി സ്റ്റോറേജ് സ്പേസുകൾ ഉണ്ട്, അല്ലെങ്കിൽ അതിനെ പൊതുവെ നമ്മൾ രജിസ്റ്റർ എന്നാണ് വിളിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് പഠിക്കണം. അപ്പൊ ശ്രദ്ധിക്കുക, എന്താണ് രജിസ്റ്റേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്മോൾ ടെമ്പററി സ്റ്റോറേജ് ലൊക്കേഷൻസ് ഇൻസൈഡ് CPU-നകത്തുള്ള ടെമ്പററി സ്റ്റോറേജ് ലൊക്കേഷൻസ്, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? രജിസ്റ്റേഴ്സ് എന്ന് വിളിക്കുക. ഇനി ഒരുപാട് തരത്തിലുള്ള രജിസ്റ്റേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 5 എണ്ണം നമുക്കൊന്ന് പഠിക്കാം. ഏറ്റവും ആദ്യത്തെ രജിസ്റ്ററിന്റെ പേര് മെമ്മറി ബഫർ രജിസ്റ്റർ എന്നാണ്. എന്താണ്? മെമ്മറി ബഫർ രജിസ്റ്റർ അല്ലെങ്കിൽ MBR. ഇപ്പോൾ ഒരു ഡാറ്റ നമുക്ക് എവിടെയെങ്കിലും സംഭരിക്കണമെന്ന് കരുതുക, ഹാർഡ് ഡിസ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി സംഭരിക്കണം. അപ്പോൾ ആ സംഭരിക്കേണ്ട ഡാറ്റ അത് സേവ് ചെയ്യുന്നതിന് മുമ്പ് താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്തിരിച്ചിരിക്കുന്ന രജിസ്റ്റർ ആണ് MBR. അപ്പോൾ ഒരു ഡാറ്റ നമുക്ക് എവിടെയെങ്കിലും സംഭരിക്കണം, ആ സംഭരിക്കേണ്ട ഡാറ്റ താൽക്കാലികമായി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന രജിസ്റ്ററിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? MBR അല്ലെങ്കിൽ മെമ്മറി ബഫർ രജിസ്റ്റർ എന്ന് വിളിക്കുക. ഇതിന് ചേർത്ത് തന്നെ രണ്ടാമത്തെ രജിസ്റ്ററിന്റെ പേര് ഓർത്തു വെക്കുക, അതാണ് MAR അല്ലെങ്കിൽ മെമ്മറി അഡ്രസ് രജിസ്റ്റർ. അപ്പൊ മെമ്മറി അഡ്രസ് രജിസ്റ്റർ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണേ, ഈ ഡാറ്റ സ്റ്റോർ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, അത് എവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്? ആ ലൊക്കേഷൻ ഒരു അഡ്രസ് ഉണ്ടാവുമല്ലോ. ആ ഡാറ്റ എവിടെയാണ് സംഭരിക്കേണ്ടത്? ആ സ്റ്റോറേജ് ലൊക്കേഷന്റെ അഡ്രസ് സേവ് ചെയ്തിരിക്കുന്ന രജിസ്റ്റർ ആണ് MAR അല്ലെങ്കിൽ മെമ്മറി അഡ്രസ് രജിസ്റ്റർ. അപ്പൊ 2 രജിസ്റ്റർ ഇത് ഒരുമിച്ചാണ് പഠിക്കേണ്ടത്. സംഭരിക്കേണ്ട ഡാറ്റ താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന രജിസ്റ്റർ മെമ്മറി ബഫർ രജിസ്റ്റർ അല്ലെങ്കിൽ MBR. ആ ഡാറ്റ എവിടെ സംഭരിക്കണം? അതിന്റെ അഡ്രസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന രജിസ്റ്റർ MAR അല്ലെങ്കിൽ മെമ്മറി അഡ്രസ് രജിസ്റ്റർ. ഓക്കെ, ഇനി മൂന്നാമത്തത് IR ആണ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ആണ്. നമുക്കറിയാം, കമ്പ്യൂട്ടറിനെ കൊണ്ട് എന്ത് പ്രവർത്തനങ്ങൾ ചെയ്യിക്കണമെങ്കിലും നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോ പ്രസന്റ്ലി എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന രജിസ്റ്റർ ആണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്നറിയപ്പെടുക. അപ്പോൾ പ്രസന്റ്ലി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ നമുക്ക് ഏതിൻ്റെ അകത്ത് കാണാൻ പറ്റും? ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിന്റെ അകത്ത് കാണാൻ പറ്റും. ഇനി അടുത്ത രജിസ്റ്ററിന്റെ പേര്, അത് പ്രീവിയസ് ക്വസ്റ്റൻ ആണ്, ഓർത്തിരിക്കുക, അതാണ് പ്രോഗ്രാം കൗണ്ടർ അല്ലെങ്കിൽ PC എന്ന് വിളിക്കപ്പെടുന്ന ഭാഗം. ശ്രദ്ധിക്കണേ, ഏതാണ്? പ്രോഗ്രാം കൗണ്ടർ അല്ലെങ്കിൽ PC. ഇനി തൊട്ടടുത്തതായിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ, അതിന്റെ അഡ്രസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന രജിസ്റ്റർ ആണ് PC അല്ലെങ്കിൽ പ്രോഗ്രാം കൗണ്ടർ. ഓക്കെ, അപ്പോൾ സെറ്റാണ്. ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഇൻസ്ട്രക്ഷൻ ഏതിൻ്റെ അകത്തുണ്ട്? ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിന്റെ അകത്തുണ്ട്. ഇനി പ്രവർത്തിക്കേണ്ട ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് ഏതിൻ്റെ അകത്തുണ്ട്? പ്രോഗ്രാം കൗണ്ടറിന്റെ അകത്തുണ്ട്. ഇനി അഞ്ചാമതായിട്ട് ഒരെണ്ണം കൂടെ ഉണ്ട്, അതാണ് അക്യൂമുലേറ്റർ അല്ലെങ്കിൽ രജിസ്റ്റർ A എന്നൊക്കെ ഇതിനെ വിളിക്കാറുണ്ട്. ഏതാണ്? അക്യൂമുലേറ്റർ അല്ലെങ്കിൽ രജിസ്റ്റർ A. അക്യൂമുലേറ്റർ അല്ലെങ്കിൽ രജിസ്റ്റർ A. അപ്പൊ നമുക്കറിയാം, നേരത്തെ നമ്മൾ പരിചയപ്പെട്ടു ALU എന്ന് പറയുന്ന ഭാഗത്തെ. അപ്പോൾ ഈ ALUലേക്ക് വേണ്ട ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന രജിസ്റ്റർ ആണ് അക്യൂമുലേറ്റർ അല്ലെങ്കിൽ രജിസ്റ്റർ A എന്നറിയപ്പെടുക. അപ്പോൾ പ്രധാനപ്പെട്ട രജിസ്റ്ററുകൾ 5 എണ്ണം ഏതൊക്കെയാണ്? മെമ്മറി ബഫർ രജിസ്റ്റർ, മെമ്മറി അഡ്രസ് രജിസ്റ്റർ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, പ്രോഗ്രാം കൗണ്ടർ ആൻഡ് അക്യൂമുലേറ്റർ. ഓക്കെയാണ്. ഇനി നമുക്കറിയാം, ഇത് CPU-നകത്ത് തന്നെയുള്ള സ്റ്റോറേജ് ലൊക്കേഷൻസ് ആയതുകൊണ്ട് ഒരു കമ്പ്യൂട്ടറിൽ ഏറ്റവും വേഗത്തിൽ പ്രവർത്തിക്കുന്ന മെമ്മറി ഈ പറയുന്ന രജിസ്റ്റേഴ്സ് ആണ്. അപ്പോൾ ഓർക്കുക, ഫാസ്റ്റസ്റ്റ് മെമ്മറി ഓഫ് എ കമ്പ്യൂട്ടർ ആണ് ഈ പറയുന്ന രജിസ്റ്റേഴ്സ്. അതേപോലെ തന്നെ ഇതിന് സ്പേസ് വളരെ കുറവാണ്. അപ്പോൾ ലീസ്റ്റ് സ്റ്റോറേജ് കപ്പാസിറ്റി ആണ് എന്തിനുള്ളത്? ഈ പറയുന്ന രജിസ്റ്റേഴ്സിനുള്ളത്. ഫാസ്റ്റസ്റ്റും ആണ്, മാത്രമല്ല ലീസ്റ്റ് സ്റ്റോറേജ് കപ്പാസിറ്റി ആണ് രജിസ്റ്റേഴ്സിനുള്ളത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ CPU-മായി ബന്ധപ്പെട്ട് കുറെ CPU-കളുടെ പേരുകൾ നമ്മൾ പരിചയപ്പെട്ടു. എന്താണ് CPU? അതൊരു സിലിക്കൺ ചിപ്പാണെന്ന് മനസ്സിലാക്കി. അതിൻ്റെ അകത്ത് ട്രാൻസിസ്റ്റർ പോലെയുള്ള ഉപകരണങ്ങളാണെന്ന് മനസ്സിലാക്കി. ഓക്കെ, പിന്നെ അതിലുള്ള സംഭരണ സ്ഥലങ്ങളായിട്ടുള്ള രജിസ്റ്റേഴ്സിനെ കുറിച്ച് പഠിച്ചു. ഇനി CPU-ആയിട്ട് ബന്ധപ്പെട്ട് 1-2 ടെക്നിക്കൽ ടേംസോട് ഓർത്തിരിക്കുക. അവിടെ ആദ്യത്തെ ടേമാണ് ക്ലോക്ക് ഫ്രീക്വൻസി. ഏതാണ്? ക്ലോക്ക് ഫ്രീക്വൻസി. ശ്രദ്ധിക്കുക, എല്ലാ CPU-ലും
നിർദ്ദേശങ്ങളുടെ നിരക്ക് ക്രമീകരിക്കുന്ന ഒരു സിസ്റ്റം ക്ലോക്ക് ഉണ്ട്. ശ്രദ്ധിക്കണേ, എല്ലാ CPU-ലും നിർദ്ദേശങ്ങളുടെ നിരക്ക് ക്രമീകരിക്കുന്ന ഒരു ക്ലോക്ക് ഉണ്ട്. ഈ ക്ലോക്കിന്റെ ഫ്രീക്വൻസി കൂടുമ്പോൾ CPU-ന്റെ വേഗതയും വർദ്ധിക്കുന്നു. മനസ്സിലാക്കിക്കോ, എല്ലാ CPU-ലും നിർദ്ദേശങ്ങളുടെ നിരക്ക് ക്രമീകരിക്കുന്ന ഒരു ക്ലോക്ക് ഉണ്ട്. ഈ ക്ലോക്കിന്റെ ഫ്രീക്വൻസി കൂടുമ്പോൾ CPU-ന്റെ വേഗതയും കൂടുന്നു. പഠിച്ചല്ലോ. ഇനി അടുത്തത് വേർഡ് സൈസ് ആണ്. വേർഡ് സൈസ് ശ്രദ്ധിക്കുക. ഒരു CPU-ന് ഒരേ സമയത്ത് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ബിറ്റുകളുടെ എണ്ണം, ഒരു CPU-ന് ഒരേ സമയത്ത് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ബിറ്റുകളുടെ എണ്ണമാണ് വേർഡ് സൈസ് എന്നറിയപ്പെടുക. ഓക്കെ, അത് പല സൈസിലുള്ള അവൈലബിൾ ആണ്. സാധാരണയായിട്ട് 32 ബിറ്റും 64 ബിറ്റും ഒക്കെയാണ് കാണാറുള്ളത്. അപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഏതാണെന്ന് മൈ കമ്പ്യൂട്ടറിൽ പ്രോപ്പർട്ടീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു കമ്പ്യൂട്ടറിലെ CPU-ന് ഒരേ സമയത്ത് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ബിറ്റുകളുടെ എണ്ണമാണ് വേർഡ് സൈസ്. അത് 32 ബിറ്റ് ഉണ്ട്, 64 ബിറ്റ് ഉണ്ട്, ആൻഡ് സോ ഓൺ. ഓക്കെ, ഇനി 1-2 യൂണിറ്റുകൾ നമുക്ക് ഇവിടെ പഠിക്കണം. ഈ CPU-ന്റെ വേഗത അളക്കുന്ന യൂണിറ്റ് ആണ് MIPS. MIPS. ഇതിന്റെ ഫുൾ ഫോം മില്യൺ ഇൻസ്ട്രക്ഷൻസ് പെർ സെക്കൻഡ് എന്നാണ്. എന്താണ്? മില്യൺ ഇൻസ്ട്രക്ഷൻസ് പെർ സെക്കൻഡ്. മില്യൺ ഇൻസ്ട്രക്ഷൻസ് പെർ സെക്കൻഡ്, അതാണ് MIPS. ഓക്കെ, ഇത് സാധാരണ കമ്പ്യൂട്ടറുകളുടെ CPU-ന്റെ കാര്യമാണ്. ഇനി സൂപ്പർ കമ്പ്യൂട്ടറുകളുണ്ട്, വളരെയേറെ വേഗത കൂടിയ കമ്പ്യൂട്ടറുകളുണ്ട്. അതിന്റെ സ്പീഡ് നമ്മൾ അളക്കുന്നത് ഫ്ലോപ്സിലാണ്. ഫ്ലോപ്സ് എന്ന് പറയുമ്പോൾ ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ് പെർ സെക്കൻഡ് കേട്ടോ. സാധാരണ കമ്പ്യൂട്ടറുകളുടെ വേഗത അളക്കുന്ന MIPS-ലാണ്, അല്ലെങ്കിൽ മില്യൺ ഇൻസ്ട്രക്ഷൻസ് പെർ സെക്കൻഡിലാണ്. എന്നാൽ സൂപ്പർ കമ്പ്യൂട്ടറുകൾ വന്നു കഴിഞ്ഞാൽ അവിടെ ഈ സ്പീഡ് അളക്കുന്ന യൂണിറ്റ് ഇത്തിരി വ്യത്യസ്തമാണ്. അതിന്റെ പേര് ഫ്ലോപ്സ് എന്നാണ്. ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ് പെർ സെക്കൻഡ് എന്നാണ്. മറന്നുപോയില്ലല്ലോ. ഇനി ശ്രദ്ധിക്കുക, 1-2 പോയിന്റുകൾ കൂടി ഇവിടെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മുടെ CPU നിർമ്മാണത്തിന് ആദ്യകാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടെക്നോളജിയാണ് VLSI അല്ലെങ്കിൽ വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ എന്ന് നമ്മൾ പറയും. നമുക്കറിയാം, ഈ ആദ്യത്തെ ട്രാൻസിസ്റ്റർ ആയിട്ടുള്ള ഈ പറയുന്ന, അല്ലെങ്കിൽ ആദ്യത്തെ മൈക്രോ പ്രോസസർ ആയിരുന്ന ഈ പറയുന്ന ഇന്റൽ 4004, ഏതാണ്ട് അതിൻ്റെ അകത്ത് 2300 ട്രാൻസിസ്റ്ററുകളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ സമയത്തൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടെക്നോളജിയാണ് വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ, VLSI. എന്നാൽ ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്ന ULSI ടെക്നോളജിയാണ്, അല്ലെങ്കിൽ അൾട്രാ ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ ആണ്. ഇപ്പൊ ഏറ്റവും അവസാനം അടങ്ങിയ ഇന്റൽ കോർ i7 അല്ലെങ്കിൽ i8 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഏതാണ്ട് 73 കോടി ട്രാൻസിസ്റ്ററുകൾ. നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല, ആ ഒരു ചെറിയ ചിപ്പിന്റെ അകത്ത് 73 കോടി ട്രാൻസിസ്റ്ററുകളാണുള്ളത്. അപ്പോൾ ടെക്നോളജി മാറി. ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്ന ടെക്നോളജിയാണ് VLSI അല്ലെങ്കിൽ വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ. എന്നാൽ ഇപ്പോൾ നിലവിൽ CPU നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ടെക്നോളജിയാണ് ULSI അല്ലെങ്കിൽ അൾട്രാ ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ. മറന്നു പോയില്ലല്ലോ, സെറ്റാണേ. ഇനി VLSI എന്താണ്, ULSI എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് റോക്കറ്റിന്റെ പേരാണെന്നൊന്നും പറഞ്ഞു കളയരുത്. റോക്കറ്റിന്റെ പേരുകളുണ്ട്, അതേതാണ് PSLV-യും GSLV-യും ആണ്. ഇത് വേറെയാണ്, എൻ്റയർലി ഡിഫറൻറ്റ് കാറ്റഗറിയാണ്, അത് മനസ്സിലാക്കുക. അപ്പോൾ CPU-യുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട അത്യാവശ്യം നമ്മൾ PSC പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂവിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, ഈ CPU ചിപ്പും റാമും റോമും എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു വലിയ സർക്യൂട്ട് ബോർഡിന്റെ അകത്താണ്, അല്ലെങ്കിൽ മദർ ബോർഡിന്റെ അകത്താണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി നമ്മൾ ചർച്ച ചെയ്തെടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, അടുത്തത് മദർ ബോർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞു ബ്രെയിൻ ഓഫ് എ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് എന്നറിയപ്പെടുന്ന ഭാഗമാണ് ഈ പറയുന്ന മൈക്രോ പ്രോസസർ അല്ലെങ്കിൽ CPU. എന്നാൽ ഒരു കമ്പ്യൂട്ടറിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന ഭാഗമാണ് മദർ ബോർഡ്, അല്ലെങ്കിൽ മദർ ബോർഡിന്റെ മറ്റൊരു പേരാണ് പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് അഥവാ PCB കേട്ടോ. അപ്പൊ PCB എന്ന് പറഞ്ഞാലും മദർ ബോർഡ് എന്ന് പറഞ്ഞാലും കാര്യം ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കണേ, ഒരു കമ്പ്യൂട്ടറിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന ഭാഗമാണ് PCB അല്ലെങ്കിൽ മദർ ബോർഡ് എന്ന് നമുക്ക് പറയാം. കമ്പ്യൂട്ടറിലെ എല്ലാ ബാഹ്യ ഉപകരണങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഉപകരണമാണ് ഈ പറയുന്ന മദർ ബോർഡ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, CPU ചിപ്പ് ആയിക്കോട്ടെ, റാം ആയിക്കോട്ടെ, റോം ആയിക്കോട്ടെ, എല്ലാം ഇതിൻ്റെ അകത്താണ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഹാർഡ് ഡിസ്കും കീബോർഡും മൗസും മോണിറ്ററും എല്ലാം നമ്മൾ CPU ആയിട്ട് കണക്ട് ചെയ്യുന്നത് മദർ ബോർഡ് വഴിയാണ്. അപ്പോൾ പെരിഫറൽ ഉപകരണങ്ങൾ എല്ലാത്തിനെയും തമ്മിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഡിവൈസ് ആണ് PCB അല്ലെങ്കിൽ മദർ ബോർഡ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഈ മദർ ബോർഡുമായി ബന്ധപ്പെട്ട് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. ഒന്ന്, എന്താണ് പോർട്ട്, അതേപോലെ തന്നെ എന്താണ് ബസ്. വളരെ ചുരുക്കി നമുക്ക് ഇങ്ങനെ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പെരിഫറൽ ഉപകരണങ്ങളെല്ലാം കണക്ട് ചെയ്തിരിക്കുന്ന മദർ ബോർഡ് വഴിയാണ്. അപ്പൊ ഈ പെരിഫറൽ ഉപകരണങ്ങളെ മദർ ബോർഡിലേക്ക് കണക്ട് ചെയ്യാൻ ചില സ്ലോട്ടുകളുണ്ട് മദർ ബോർഡിൽ. അതിനെയാണ് നമ്മൾ പോർട്ടുകൾ എന്ന് വിളിക്കുക. ഒന്നോടെ ഞാൻ പറയാം, പെരിഫറൽ ഉപകരണങ്ങളെ മദർ ബോർഡിലേക്ക് കണക്ട് ചെയ്യാൻ സഹായിക്കുന്ന പോർട്ടുകൾ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്ലോട്ടുകൾ, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പോർട്ടുകൾ എന്ന് വിളിക്കുന്നത്. കുറെ ടൈപ്പ് പോർട്ടുകൾ ഉണ്ട്. USB പോർട്ട് ഉണ്ട്, ഈ പറയുന്ന HDMI പോർട്ട് ഉണ്ട്, അതിന്റെയൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. ഇപ്പൊ തൽക്കാലത്തേക്ക് മനസ്സിലാക്കി
മനസ്സിലാക്കുക, ബാഹ്യ ഉപകരണങ്ങളെ മദർ ബോർഡിലേക്ക് ഘടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സ്ലോട്ടുകളാണ് പോർട്ടുകൾ. ഇനി മദർ ബോർഡിൽ ഘടിപ്പിച്ചിരിക്കുന്ന രണ്ട് ഉപകരണങ്ങൾ, ഇപ്പോൾ CPU റാം ആയിക്കോട്ടെ അല്ലെങ്കിൽ റാം റോം ആയിക്കോട്ടെ, ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു കൂട്ടം കോപ്പർ ചാനലുകൾ, ഇതിനെയാണ് നമ്മൾ ബസ് എന്ന് വിളിക്കുക. അപ്പൊ രണ്ട് കാര്യങ്ങൾ പഠിച്ചേ. മദർ ബോർഡിൽ ഘടിപ്പിച്ചിരിക്കുന്ന രണ്ട് ഉപകരണങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സിഗ്നലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കൂട്ടം വയറുകൾ അല്ലെങ്കിൽ കോപ്പർ ചാനലുകൾ, അതിനെയാണ് നമ്മൾ ബസ് എന്ന് വിളിക്കുക. എന്നാൽ ബാഹ്യ ഉപകരണങ്ങളെ മദർ ബോർഡിലേക്ക് കണക്ട് ചെയ്യാൻ സഹായിക്കുന്ന സ്ലോട്ടുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? പോർട്ടുകൾ എന്ന് വിളിക്കുക. സെറ്റാണേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു മനസ്സിലാക്കി. ഇനി കുറച്ച് പോർട്ടുകളുടെ എക്സാമ്പിളുകളൊക്കെയാണ് അവിടെ പഠിക്കേണ്ടത്. ടൈപ്സ് ഓഫ് പോർട്ട് ശ്രദ്ധിക്കുക. അതിൽ ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കേണ്ടത് USB പോർട്ടിനെ കുറിച്ചാണ്. യൂണിവേഴ്സൽ സീരിയൽ ബസ് എന്നാണ് അതിന്റെ മുഴുവൻ രൂപം. ഓർത്ത് വെച്ചോ, USB പോർട്ടിന്റെ മുഴുവൻ രൂപം എന്നാണ് യൂണിവേഴ്സൽ സീരിയൽ ബസ് പോർട്ട്. അപ്പൊ ശ്രദ്ധിക്കുക, ഇന്ന് മിക്കവാറും കീബോർഡ് ആയിക്കോട്ടെ, മൗസ് ആയിക്കോട്ടെ, സ്പീക്കർ ആയിക്കോട്ടെ, മിക്കവാറും എല്ലാ ഉപകരണങ്ങളും ഒരു യൂണിവേഴ്സൽ കണക്ടർ ആണത്. മിക്കവാറും എല്ലാ ഉപകരണങ്ങളും നമുക്ക് ഈ USB പോർട്ട് വഴി കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ശ്രദ്ധിക്കുക, കമ്പ്യൂട്ടർ ഇലക്ട്രിസിറ്റി കടത്തിവിടുന്ന ഒരേ ഒരു പോർട്ടാണ് ഈ പറയുന്ന USB പോർട്ട്. അതിൽ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല, ചാർജിങ് പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളുടെ ഫോൺ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള ഡാറ്റ നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാം. കൂടാതെ ആ മൊബൈൽ ഫോൺ ഓട്ടോമാറ്റിക്കലി ചാർജ് പോകും. അപ്പൊ ഇലക്ട്രിസിറ്റി കടത്തിവിടുന്ന ഒരേ ഒരു പോർട്ടാണ് ഈ USB പോർട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സൽ സീരിയൽ ബസ് പോർട്ട്. ഓക്കെ, ഒരു കമ്പ്യൂട്ടറിൽ ഏറ്റവും കൂടുതൽ പെരിഫറൽസ് കണക്ട് ചെയ്യാൻ സഹായിക്കുന്ന പോർട്ടും ഏത് തന്നെയാണ്? ഈ പറയുന്ന USB പോർട്ട് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മോണിറ്റർ, ഈ പറയുന്ന കീബോർഡ് ആയിക്കോട്ടെ, മൗസ് ആയിക്കോട്ടെ, സ്പീക്കേഴ്സ് ആയിക്കോട്ടെ, ഇനി പെൻ ടാബ്ലറ്റ് ആയിക്കോട്ടെ, ഇങ്ങനെ എല്ലാ തരം ഉപകരണങ്ങൾ നമ്മൾ കണക്ട് ചെയ്യുന്നത് USB പോർട്ടുകൾ വഴിയാണ്. ഇനി USB രണ്ട് തരത്തിലുണ്ട്. USB 2.0 ഉണ്ട്, USB 3.0 ഉണ്ട്. അപ്പൊ ഇതിൽ വേഗത കൂടിയത് തീർച്ചയായിട്ടും പുതിയ ടെക്നോളജി ആയിട്ടുള്ള USB 3.0 ആണ്. ഇനി ശ്രദ്ധിക്കുക, ഈ USB പോർട്ടിൽ 4 പിന്നുകളാണല്ലോ കേട്ടോ. ഏതോ ഒരു SSC എക്സാമിനേഷന് സീരിയൽ പോർട്ടിൽ എത്ര പിന്നുണ്ടെന്ന് അങ്ങാണ്ട് ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മൾ അതെല്ലാം കൂടെ ഒന്ന് പറഞ്ഞു പോകുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ പറയുന്ന USB പോർട്ടിൽ എത്ര പിന്നുകളാണുള്ളത്? 4 പിന്നുകളാണുള്ളത്. മുകളിൽ 2 താഴെ 2, അങ്ങനെ 4 പിന്നുകളാണ് ഉള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ ആണ്? അപ്പോൾ മിക്കവാറും എല്ലാ പെരിഫറൽ ഉപകരണങ്ങളെയും കണക്ട് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോർട്ടാണ് USB പോർട്ട്, യൂണിവേഴ്സൽ സീരിയൽ ബസ് പോർട്ട്. മാത്രമല്ല, ഒരു കമ്പ്യൂട്ടറിൽ ചാർജിങ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കടത്തിവിടുന്ന ഒരേ ഒരു പോർട്ടും ഏത് തന്നെയാണ്? ഈ പറയുന്ന USB പോർട്ട് തന്നെയാണ്. അപ്പൊ അതിൽ ഒരു കാര്യം കൂടെ ഓർക്കുക, ഈ USB പോർട്ടിൽ എത്ര പിന്നുകൾ കാണപ്പെടുന്നുണ്ട്? 4 പിന്നുകൾ കാണപ്പെടുന്നുണ്ട്. ശ്രദ്ധിക്കുക, ഇനി നമുക്ക് പഠിക്കേണ്ടത് HDMI അല്ലെങ്കിൽ VGA പോർട്ടിനെ കുറിച്ചാണ്. ഈ രണ്ട് പോർട്ടുകളും ഡിസ്പ്ലേ ഉപകരണങ്ങൾ കണക്ട് ചെയ്യുന്ന പോർട്ടുകളാണ്. ഡിസ്പ്ലേ ഉപകരണങ്ങൾ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന നമ്മുടെ മോണിറ്റർ അല്ലെങ്കിൽ പ്രൊജക്ടർ, ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പോർട്ടുകളാണ് HDMI ആണെങ്കിലും VGA ആണെങ്കിലും. രണ്ടിനെ ഫുൾ ഫോം ഓർത്ത് വെക്കുക. HDMI എന്ന് പറയുമ്പോൾ ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ്. ശ്രദ്ധിക്കണേ, ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ്. VGA എന്ന് പറയുമ്പോൾ വീഡിയോ ഗ്രാഫിക്സ് അറേ. ഇതിൽ VGA പോർട്ട് കുറച്ചു കാലം മുമ്പ് വരെ യൂസ് ചെയ്തിരുന്നു. ഇപ്പോൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് HDMI പോർട്ടാണ്. ഇനി രണ്ടിനെയും പിൻസിന്റെ എണ്ണം ഓർത്ത് വെക്കുക. HDMI പോർട്ടിൽ ഏകദേശം 19 പിന്നുകളുണ്ട്, 19 പിൻ പോർട്ടാണ്. VGA പോർട്ടിൽ 15 പിന്നുകളാണുള്ളത് കേട്ടോ, 15 പിൻ പോർട്ടാണ്. ഇനി ശ്രദ്ധിക്കുക, സീരിയൽ പോർട്ടും പാരലൽ പോർട്ടും. പണ്ട് കാലത്ത് മോണിറ്റർ, പ്രിന്റർ ഇങ്ങനെയുള്ള ഡിവൈസുകൾ കണക്ട് ചെയ്യാനായിട്ടാണ് ഈ പറയുന്ന സീരിയൽ പോർട്ടും പാരലൽ പോർട്ടും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സീരിയൽ പോർട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് 9 പിന്നുകളേ ഉള്ളൂ. നേരെ മറിച്ച് പാരലൽ പോർട്ടിലാണെങ്കിൽ അതിൻ്റെ അകത്ത് 25 പിന്നുകളുണ്ട് കേട്ടോ, 25 പിന്നുകളുണ്ട്. ഇനി ഇത് കൂടാതെ മറ്റൊരു പോർട്ട് ഉള്ളത് PS2 എന്നറിയപ്പെടുന്ന പോർട്ടാണ്. PS2 അത് പൊന്നിയിൻ സെൽവൻ എന്ന് ഓർക്കല്ലോ കേട്ടോ. PS2 എന്ന് പറയുമ്പോൾ പേഴ്സണൽ സിസ്റ്റം 2. ഏതാണ്? പേഴ്സണൽ സിസ്റ്റം 2 പോർട്ട്. ഇതൊരു 6 പിൻ പോർട്ടാണ്, 6 പിന്നുള്ള പോർട്ടാണ്. ഇത് പണ്ട് കാലത്ത് ഈ പറയുന്ന കീബോർഡ്, മൗസ് തുടങ്ങിയവയൊക്കെ കണക്ട് ചെയ്യാനാണ് ഈ പോർട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കീബോർഡ്, മൗസ് തുടങ്ങിയവ കണക്ട് ചെയ്തിരുന്ന പോർട്ടാണ് PS2 പോർട്ട് എന്നറിയപ്പെടുക. ഓക്കെ, ഇന്ന് അതിനൊക്കെ പകരം നമ്മൾ USB പോർട്ടുകളാണ് യൂസ് ചെയ്യാറുള്ളത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഡിഫറെന്റ് പോർട്ടുകളുടെ പേരുകളും അതിന്റെ പിന്നുകളുടെ എണ്ണം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി ശ്രദ്ധിക്കുക, ഇത് കൂടാതെ വേറൊരു പോർട്ടും കൂടെ ഉണ്ട്, അതും കൂടെ പറയണം. നമുക്ക് LAN പോർട്ട് എന്ന് പറയും. LAN പോർട്ട് അല്ലെങ്കിൽ എത്തർനെറ്റ് പോർട്ട്. അപ്പോൾ LAN പോർട്ട് അല്ലെങ്കിൽ എത്തർനെറ്റ് പോർട്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു കമ്പ്യൂട്ടറിനെ ഒരു നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യുന്ന പോർട്ടുകളാണ്. അല്ലെങ്കിൽ LAN കേബിൾ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന പോർട്ടുകളാണ് LAN പോർട്ട് എന്ന് പറയാം. ശ്രദ്ധിക്കണേ, LAN കേബിൾ അല്ലെങ്കിൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് കേബിൾ ഒരു കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന പോർട്ടാണ് LAN പോർട്ട് അല്ലെങ്കിൽ എത്തർനെറ്റ് പോർട്ട് എന്നൊക്കെ വിളിക്കപ്പെടുന്നത്. ആ കാര്യങ്ങൾ അവിടെ ഓർക്കുക. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ നെറ്റ്വർക്കിംഗ് ഡിവൈസുകൾ പഠിക്കുമ്പോൾ അവിടെ നമ്മൾ ചർച്ച ചെയ്യും കേട്ടോ. ഇനി മറ്റ് ഒരു പോർട്ടാണ് ഓഡിയോ പോർട്ട് എന്നറിയപ്പെടുക. ഓഡിയോ പോർട്ട് ഈ മൈക്രോഫോൺ, അതേപോലെ തന്നെ സ്പീക്കർ, ഇതൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഓഡിയോ പോർട്ട് 3 എണ്ണം ഉണ്ട് കേട്ടോ. ലൈൻ ഇൻ, അതേപോലെ തന്നെ ലൈൻ ഔട്ട്, അതേപോലെ തന്നെ മൈക്ക് ഇൻ.
ഇങ്ങനെ 3 ഓഡിയോ പോർട്ടുകളുണ്ട്. അതും പഠിച്ചു വെച്ചോ. ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. ഓഡിയോ പോർട്ടുകൾ ശബ്ദത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഒന്നെങ്കിൽ ശബ്ദം അകത്തേക്ക് നൽകാൻ, അല്ലെങ്കിൽ ശബ്ദം വെളിയിലേക്ക് നൽകാനായിട്ടുള്ളതാണ്. അപ്പോൾ 3 തരത്തിലുള്ള ഓഡിയോ പോർട്ടുകളുണ്ട്. ലൈൻ ഇൻ, ലൈൻ ഔട്ട്, മൈക്ക് ഇൻ. ഈ ലൈൻ ഇൻ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഐപാഡ്, അതേപോലെ തന്നെ ഇപ്പോ നമ്മുടെ മൊബൈൽ ഫോൺ തുടങ്ങിയവയിൽ നിന്നുള്ള സൗണ്ട് വേവ്സ് കമ്പ്യൂട്ടറിനകത്തേക്ക് കടത്തിവിടാനാണ് ലൈൻ ഇന്ന് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഐപാഡ്, മൊബൈൽ ഫോൺ തുടങ്ങിയവയിൽ നിന്നുള്ള സൗണ്ട് കമ്പ്യൂട്ടറിനകത്തേക്ക് കടത്തിവിടണമെങ്കിൽ അവിടെ ലൈൻ ഇൻ എന്ന് പറയുന്ന പോർട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇനി കമ്പ്യൂട്ടറിൽ നിന്നുള്ള സൗണ്ട് വെളിയിലേക്ക് സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് ലൈൻ ഔട്ട് ഉപയോഗിക്കാം. അതേപോലെ നമ്മുടെ കമ്പ്യൂട്ടറിൽ മൈക്രോഫോൺ കണക്ട് ചെയ്തിട്ട് മൈക്രോഫോണിലെ സൗണ്ട് കമ്പ്യൂട്ടറിനകത്തേക്ക് കൊടുക്കാനായിട്ട് നമുക്ക് മൈക്ക് ഇൻ എന്ന് പറയുന്ന പോർട്ടും ഉപയോഗിക്കാം. ഓക്കെ, ഇത് രണ്ടും കമ്പൈൻഡ് ആയിട്ടും വരാറുണ്ട് കേട്ടോ. ഈ ലൈൻ ഔട്ട് മൈക്ക് ഇന്നും കൂടെ കമ്പൈൻഡ് ആയിട്ടും പോർട്ടുകളിൽ വരാറുണ്ട്, അത് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ 3 പോർട്ടുകൾ ഏതൊക്കെയാണ്? ലൈൻ ഇൻ, ലൈൻ ഔട്ട്, അതേപോലെ തന്നെ മൈക്ക് ഇൻ. ഓക്കെ, അത് 3ഉം ഓഡിയോ പോർട്ടുകളാണ്. അപ്പോൾ ബാഹ്യ ഉപകരണങ്ങളെ കണക്ട് ചെയ്യുന്ന പോർട്ടുകളെ കുറിച്ച് ഒരു വേഗമായിട്ടുള്ള ഒരു ഐഡിയ അത്രയും മതി നമുക്ക്. അത് കിട്ടി എന്ന് കരുതുന്നു. കുറച്ച് വേഗത്തിലാണ് പറഞ്ഞത്, സാരമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒരിക്കൽ കൂടി വീഡിയോ റീവൈൻഡ് ചെയ്ത് കണ്ടാൽ മതിയാവും. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ബസ്സിലേക്ക് കടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് ബസ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. മദർ ബോർഡിൽ ഘടിപ്പിച്ചിരിക്കുന്ന 2 ഡിവൈസുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു കൂട്ടം കോപ്പർ ചാനലുകൾ അല്ലെങ്കിൽ വയറുകൾ, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ബസ് എന്ന് വിളിക്കുക. ഇനി ശ്രദ്ധിക്കുക, ഈ ബസ്സുകളെ പൊതുവെ നമ്മൾ 3 കാറ്റഗറി ആയിട്ട് തിരിക്കാറുണ്ട്. ആദ്യത്തെ കാറ്റഗറി അഡ്രസ് ബസ് ആണ്. അപ്പൊ അവിടെ ശ്രദ്ധിക്കുക, മെമ്മറി ലൊക്കേഷന്റെ അഡ്രസ്സ് കൈമാറാനായിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഈ പറയുന്ന അഡ്രസ് ബസ് ഉപയോഗിക്കുന്നത്. മറന്നു പോകണ്ട, മെമ്മറി ലൊക്കേഷന്റെ അഡ്രസ്സ് കൈമാറുന്ന ബസ്സുകളാണ് അഡ്രസ് ബസ് എന്ന് അറിയപ്പെടുക. അതേപോലെ തന്നെ ഡിവൈസുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റ കൈമാറാനായിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഡാറ്റ ബസ് ഉപയോഗിക്കുന്നത്. കിട്ടിയോ? അപ്പോൾ മെമ്മറി ലൊക്കേഷൻസ് അഡ്രസ്സ് 2 ഡിവൈസുകൾക്കിടയിൽ കൈമാറാനായിട്ട് നമ്മൾ അഡ്രസ് ബസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ 2 ഡിവൈസുകൾക്കിടയിലായിട്ട് ഡാറ്റ കൈമാറാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഡാറ്റ ബസ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു സിപിയുവിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം, അതിനെയാണ് നമ്മൾ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയാം. അപ്പോൾ ഈ കൺട്രോൾ യൂണിറ്റിൽ നിന്നുള്ള സിഗ്നലുകൾ, അല്ലെങ്കിൽ പൊതുവെ നമുക്ക് നിയന്ത്രണ സിഗ്നലുകൾ എന്നൊക്കെ പറയാം. അപ്പോൾ ഈ നിയന്ത്രണ സിഗ്നലുകൾ കൈമാറാനായിട്ട് ഉപയോഗിക്കുന്ന ബസ്സാണ് കൺട്രോൾ ബസ് എന്നറിയപ്പെടുക. നിയന്ത്രണ സിഗ്നലുകൾ കൈമാറാനായിട്ടാണ് നമ്മൾ കൺട്രോൾ ബസ് ഉപയോഗിക്കുന്നത്. ഇനി ശ്രദ്ധിക്കുക, ഈ പറയുന്ന അഡ്രസ് ബസ്, ഡാറ്റ ബസ്, കൺട്രോൾ ബസ്, ഇതിനെ 3നെയും കമ്പൈൻ ചെയ്ത് നമുക്ക് സിസ്റ്റം ബസ് എന്നും പറയാം. എന്തെന്നും പറയാം? സിസ്റ്റം ബസ് എന്നും പറയാം. അപ്പൊ സിസ്റ്റം ബസിന്റെ 3 ഭാഗങ്ങളാണ് ഏതൊക്കെ? ഈ അഡ്രസ് ബസ് ആയിക്കോട്ടെ, ഡാറ്റ ബസ് ആയിക്കോട്ടെ, കൺട്രോൾ ബസ് ആയിക്കോട്ടെ. ഇനി സിസ്റ്റം ബസ് ആരൊക്കെ തമ്മിലാണ് കണക്ട് ചെയ്യുന്നതെന്നും കൂടെ ഓർത്ത് വെച്ചേക്കുക. സിപിയുവിനെയും റാമിനെയും തമ്മിലാണ് ആര് കണക്ട് ചെയ്യുന്നത്? ഈ പറയുന്ന സിസ്റ്റം ബസ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സിസ്റ്റം ബസിന്റെ 3 ഭാഗങ്ങൾ അതേതൊക്കെയാണ്? അഡ്രസ് ബസ്, ഡാറ്റ ബസ്, കൺട്രോൾ ബസ്. സിസ്റ്റം ബസ് ആരൊക്കെ തമ്മിലാണ് കണക്ട് ചെയ്യുന്നത്? സിപിയുവിനെയും റാമിനെയും തമ്മിലാണ് കണക്ട് ചെയ്യുക. ഓക്കെയാണ്. അപ്പൊ ബസ്സുകൾ എന്താണ്, പോർട്ടുകൾ എന്താണ്, ഇത്രയാണ് നമ്മൾ മദർ ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. പിന്നെ ഓർത്തിരിക്കേണ്ട എക്സ്ട്രാ പോയിന്റുകൾ, ഒരു കമ്പ്യൂട്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർക്യൂട്ട് ബോർഡാണ്, മെയിൻ സർക്യൂട്ട് ബോർഡാണ്, സിസ്റ്റം ബോർഡ് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലമാണ്, അതേപോലെ തന്നെ പ്രിന്റർ സർക്യൂട്ട് ബോർഡ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. മാത്രമല്ല കമ്പ്യൂട്ടറിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭാഗം കൂടിയാണ്. ഈ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാൻ കാര്യം, നമ്മുടെ നട്ടലിൻ്റെ അകത്ത് എന്തോടുള്ളത്? കുറെ നെർവ്സ് ഉണ്ടല്ലേ. അതേപോലെ ഈ മദർ ബോർഡിൽ നോക്കിക്കഴിഞ്ഞാൽ കുറെ ബസ്സുകൾ അല്ലെങ്കിൽ കോപ്പർ ചാനലുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ കമ്പ്യൂട്ടറിന്റെ നട്ടല് നമ്മൾ വിളിക്കുന്നത് കേട്ടോ, വേറെ ഒന്നും കൊണ്ടല്ല. ഇനി PCB അല്ലെങ്കിൽ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്, അതിൻ്റെ അകത്ത് ഈ പറയുന്ന ബസ്സുകളും പോർട്ടുകളും അല്ലാതെ മറ്റു ചില ഭാഗങ്ങളും ഉണ്ട്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഹീറ്റ് സിങ്ക് എന്ന് പറയും. നമ്മുടെ പ്രൊസസർ ചിപ്പ് ശ്രദ്ധിക്കുക, ഇവിടെ ഉണ്ട്. അതിന്റെ അടുത്തായിട്ട് കുറെ ടവർ പോലെ അല്ലെങ്കിൽ കുറെ മെറ്റൽ ടവറുകൾ പോലെ ഇങ്ങനെ കാണാൻ പറ്റും നമുക്ക്. ഇതിനെയാണ് നമ്മൾ ഹീറ്റ് സിങ്ക് എന്ന് വിളിക്കുക. ഈ ഹീറ്റ് സിങ്ക് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊസസർ വർക്ക് ചെയ്യുമ്പോൾ അത് ചൂടാവും. അപ്പൊ ഈ ചൂട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോയില്ലെങ്കിൽ ഇത് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ പ്രൊസസർ ചൂടാവുമ്പോൾ ആ ചൂട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റൽ പീസുകൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഹീറ്റ് സിങ്ക് എന്ന് വിളിക്കുക. നിങ്ങൾ മദർ ബോർഡ് നോക്കിയാൽ മതി, അല്ലെങ്കിൽ വീട്ടിൽ പഴയ CPU ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പോൾ പ്രൊസസറിന് അടുത്തായിട്ട് ഇങ്ങനെ ടവർ പോലെ കുറെ മെറ്റൽ പീസുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന കാണാൻ പറ്റും. ആ മെറ്റൽ പീസ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഈ പ്രൊസസർ ചൂടാകുമ്പോൾ അതിന്റെ ഹീറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ പ്രൊസസറിനകത്ത് തന്നെ ഹീറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡാമേജ് ആയി പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ പ്രൊസസർ ഒരിക്കലും ഹീറ്റ് ആവാൻ പാടില്ല, അത് കൂൾ ആവണം. അപ്പൊ അതിൻ്റെ അകത്ത് വരുന്ന ഹീറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഈ പറയുന്ന ഹീറ്റ് സിങ്ക് ഉപയോഗിക്കുന്നത്. ഇനി അതേപോലെ തന്നെ CPU ഫാനും ഉണ്ട് കേട്ടോ. ഈ പ്രൊസസറിനെ തണുപ്പിക്കാനായിട്ട് നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഒരു കൂളിംഗ് മെക്കാനിസം ഉണ്ട്, CPU ഫാനും ഉണ്ട്. അപ്പോൾ ഹീറ്റ് സിങ്കും CPU ഫാനും എന്തിന്റെ ഭാഗമാണ്? കൂളിംഗ് സിസ്റ്റത്തിന്റെ ഭാഗമാണ്. ഏതാണ്? കൂളിംഗ് സിസ്റ്റത്തിന്റെ ഭാഗമാണ്. ഓക്കെ, അപ്പൊ ഹീറ്റ് സിങ്ക് എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. CPUവിന്റെ ഹീറ്റ് നിയന്ത്രിക്കുന്ന മെറ്റാലിക് ഡിവൈസ് ആണ്, അല്ലെ മെറ്റൽ പീസ് ആണെന്ന് ഓർത്താൽ മതി. അപ്പൊ ഈ ഹീറ്റ് സിങ്കും CPU ഫാനും ആയിക്കോട്ടെ എന്തിന്റെ ഭാഗമാണ്? കൂളിംഗ് സിസ്റ്റത്തിന്റെ ഭാഗമാണ്. ഇനി അതേപോലെ തന്നെ നമുക്ക് മറ്റൊരു ഡിവൈസ് ഉള്ളത് ROM ആണ്, റീഡ് ഓൺലി മെമ്മറിയാണ്. റീഡ് ഓൺലി മെമ്മറി നമുക്കറിയാം,
ഈ കമ്പ്യൂട്ടർ ബൂട്ടപ്പ് ചെയ്തു വരാൻ ആവശ്യമായിട്ടുള്ള പ്രോഗ്രാമുകൾ, ബൂട്ടപ്പ് ചെയ്തു വരാൻ എന്ന് പറയുമ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം റാമിലേക്ക് ലോഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബൂട്ടിംഗ് അപ്പ് എന്ന് പറയുക, അല്ലെങ്കിൽ ബൂട്ടിംഗ് എന്ന് പറയാം. അപ്പൊ ഈ ബൂട്ടപ്പ് ചെയ്തു വരാൻ ആവശ്യമായിട്ടുള്ള പ്രോഗ്രാമുകൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന റോമിലാണ്. റോം ചിപ്പും എന്തിൻ്റെ അകത്ത് കാണപ്പെടുന്നുണ്ട്? ഈ പറയുന്ന പി സി ബിന്റെ അകത്തുണ്ട്. അതേപോലെ തന്നെ റാം ചിപ്പ് എന്തിൻ്റെ അകത്ത് തന്നെയാണുള്ളത്? പി സി ബിന്റെ അകത്ത് തന്നെയാണുള്ളത്. ഓക്കെ, റോം ആയിക്കോട്ടെ, റാം ആയിക്കോട്ടെ, സി പി യു ആയിക്കോട്ടെ, എല്ലാം പി സി ബിയിൽ തന്നെയാണ് കാണപ്പെടുക. ഇനി അതേപോലെ തന്നെ അടുത്തൊരു പോയിന്റ് ആണ് CMOS. CMOS എന്ന് പറയുമ്പോൾ അതിന്റെ ഫുൾ ഫോം ഓർക്കുക, കോംപ്ലിമെന്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ എന്നാണ് മുഴുവൻ രൂപം. എന്താണ് കോംപ്ലിമെന്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ? ശ്രദ്ധിക്കുക, ഇപ്പൊ ഈ CMOS ബാറ്ററി എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഇതൊരു ബാറ്ററിയാണ്, സ്പെഷ്യൽ ടൈപ്പ് ബാറ്ററിയാണ്. ഒരു നമുക്ക് കാണാൻ പറ്റും, ഒരു ബട്ടൺ പോലെ ഇരിക്കുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ബാറ്ററിയാണ്. ഈ CMOS ആണ് നമ്മുടെ സിസ്റ്റം ടൈം ആൻഡ് ഡേറ്റ് കീപ്പ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ കമ്പ്യൂട്ടർ ഓഫ് ആക്കിയാലും ഇപ്പൊ കുറെ സമയത്തേക്കോ 2-3 ദിവസത്തേക്ക് ഓഫ് ആയിരുന്നാലും പിന്നെ അത് ഓൺ ആകുമ്പോൾ കറക്റ്റ് ഡേറ്റും ടൈമും ആണ് കാണിക്കുക. അതിന്റെ അർത്ഥം ഈ സിസ്റ്റം ടൈമും ഡേറ്റും ഒക്കെ കമ്പ്യൂട്ടർ ഓഫ് ആയാലും അത് ഓട്ടോമാറ്റിക് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സിസ്റ്റം ടൈമും ഡേറ്റും അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഈ പറയുന്ന CMOS എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോംപ്ലിമെന്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ എന്നറിയപ്പെടുന്ന ആ ഒരു ഭാഗം. CMOS ബാറ്ററി ആണത് കേട്ടോ. സിസ്റ്റം ടൈം ആൻഡ് ഡേറ്റ് സ്റ്റോർ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നു. ഇനി ഇതിനെ, ഈ CMOSനെ നമ്മൾ എന്തെന്ന് വിളിക്കാറുണ്ട്? ബയോസ് ബാറ്ററി എന്നും വിളിക്കാറുണ്ട്. CMOSനെ എന്തെന്ന് വിളിക്കാറുണ്ട്? ബയോസ് ബാറ്ററി എന്നും വിളിക്കാറുണ്ട്. ഇനി നമ്മുടെ CPUവിന്റെ അകത്ത് SMPS എന്നറിയപ്പെടുന്ന ഒരു ഭാഗം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ SMPSന്റെ മുഴുവൻ രൂപം സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ എന്നാണ്. എന്താണ് സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ? നമുക്കറിയാം, നമ്മുടെ KSEB നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് AC കറണ്ട് ആണ്, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്. എന്നാൽ കമ്പ്യൂട്ടർ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ളത് DC കറണ്ട് ആണ്, അല്ലെങ്കിൽ ഡയറക്റ്റ് കറണ്ട് ആണ്. അപ്പോൾ ഈ പറയുന്ന AC കറണ്ടിനെ DC ആക്കി മാറ്റി മദർ ബോർഡിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഉപകരണമാണ് SMPS, അല്ലെങ്കിൽ സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ. AC യെ DC ആക്കി മാറ്റുന്നത്, അതുകൊണ്ടാണ് അവിടെ സ്വിച്ച്ഡ് മോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതേപോലെ ഈ വൈദ്യുത തടസ്സം നേരിട്ടാൽ കുറച്ച് സമയത്തേക്ക് കൂടി പവർ നീട്ടി കിട്ടാനായിട്ടാണ് നമ്മൾ UPS എന്ന് പറയുന്ന ഡിവൈസ് ഉപയോഗിക്കുന്നത്, അല്ലെ? ഇപ്പോൾ വൈദ്യുതി തകരാറിലായാൽ കുറച്ച് സമയത്തേക്ക് കൂടി ആ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയത്തോടു കൂടി പവർ നീട്ടി കിട്ടാനാണ് നമ്മൾ UPS എന്ന് പറയുന്ന ഡിവൈസ് ഉപയോഗിക്കുക. UPSന്റെ ഫുൾ ഫോം ഓർക്കുക, UPSന്റെ ഫുൾ ഫോം അൺഇന്ററപ്റ്റഡ് പവർ സപ്ലൈ എന്നാണ്. എന്തുവാണ്? അൺഇന്ററപ്റ്റഡ് പവർ സപ്ലൈ. ഓക്കെ, സെറ്റ് ആണ്. അപ്പോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ, SMPS അതൊരു പവർ സപ്ലൈ യൂണിറ്റ് ആണ്, AC യെ DC ആക്കി മാറ്റി മദർ ബോർഡിലേക്ക് സപ്ലൈ ചെയ്യുന്നു. UPS അൺഇന്ററപ്റ്റഡ് പവർ സപ്ലൈ, തടസ്സങ്ങളില്ലാതെ വൈദ്യുത ബന്ധം സ്ഥിരമായി നിലനിർത്താനാണ് നമ്മൾ UPS ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ അത്രയും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചു എന്ന് കരുതുന്നു. നമുക്ക് ഇനി ഇൻപുട്ട് ഡിവൈസുകൾ, അതേപോലെ തന്നെ സ്റ്റോറേജ് ഡിവൈസുകൾ, ഈ പറയുന്ന ഹാർഡ്വെയറിന്റെ മറ്റു ഭാഗങ്ങൾ തുടങ്ങിയവയൊക്കെ ആയിട്ട് നമുക്ക് എത്രയും വേഗം തന്നെ അടുത്ത ദിവസങ്ങളിലായിട്ട് കണ്ടുമുട്ടാം. അപ്പോൾ വാശിയോടുകൂടി പഠിക്കുക. ആദ്യം നമ്മൾ IT അങ്ങ് ഫിനിഷ് ചെയ്തിട്ട് ബാക്കിയുള്ള സബ്ജക്റ്റിലേക്ക് കടക്കാമെന്നാണ് കരുതുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് റിവൈസ് ചെയ്യാനും എളുപ്പമായിരിക്കും. നമ്മുടെ ചാനലിൽ മുൻപ് പോസ്റ്റ് ചെയ്ത വീഡിയോകളെല്ലാം തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. എല്ലാം നല്ല നിലവാരത്തിലുള്ള വീഡിയോസ് ആണ്. അപ്പോൾ വീണ്ടും ശ്രദ്ധിക്കുക, ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന കാര്യം പരിഗണിക്കുക. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. തൽക്കാലത്തേക്ക് വിടാം. നന്ദി, നമസ്കാരം.